പ്രഭാസിന്റെ ബ്രഹ്മാണ്ഡ മൂവിയായ കൽക്കി DQവിൻ്റെയും കൂടെ കൽക്കിയായി തീരുകയാണല്ലോ. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചതോടുകൂടി എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നതിന്റെ മുന്നേ തന്നെ പ്രഭാസിന്റെ കൽക്കി എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനും എത്തും എന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അണിയറ പ്രവർത്തകരിൽ നിന്നും DQ ഈ ഒരു ചിത്രത്തിൽ ഉണ്ട് എന്നുള്ള യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല. സ്ട്രോങ് റൂമേഴ്സ് പറയാനുള്ള പ്രധാന കാരണം DQവിൻ്റെ സീതാരാമൻ ചെയ്ത പ്രൊഡക്ഷൻ ടീമാണ് ഈ ഒരു കൽക്കിയും ഒരുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെട്ടിയത്. ഇപ്പോൾ ഇതാ കൽക്കി എന്ന ചിത്രത്തിലെ ലുക്ക് വെച്ചുകൊണ്ട് DQവിൻ്റെ ഫാൻ മെയ്ഡ് പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. DQ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തീരുമാനിക്കാം. 27-ാം തീയതി ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഒരു ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ്. അതും കൂടെ വന്നതോടെ കൂടെ DQ ഈ ഒരു ചിത്രത്തിൽ ഗസ്റ്റ് റോളിലെങ്കിലും എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊക്കെ ആരാധകർക്കുണ്ട്. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീം വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രഭാസ് ചിത്രം എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പ് വെച്ചിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത്. ഇനി ചിത്രം തിയേറ്ററിൽ എത്താൻ 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെയാണ് കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇത് ഓരോ മണിക്കൂറിലും 20,000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒട്ടനവധി സെൻറ്ററിൽ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കാനുണ്ട്. ആദ്യ ദിവസം വേൾഡ് വൈഡ് നിന്ന് 150 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് കൽക്കി. അത് 200 ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ട്. പ്രഭാസിന്റെ കൂടെ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ അങ്ങനെ ഒരു വലിയ താരനിര ഉറപ്പിച്ചതാണ്. ഇനി ഗസ്റ്റ് റോളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം വിലയിരുത്താം. മലയാളത്തിൽ നിന്ന് അന്ന ബെന്നും അതോടൊപ്പം തന്നെ ശോഭനയൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്.